ഈശോയ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ ഗുഡ്നെസ് ടി വിയുടെയും ഗുഡ്നെസ് യൂട്യൂബ് ചാനലിൻ്റെയും മാന്യ പ്രേക്ഷകരെ, കുരിശിൻ്റെ തണലിൽ ഷാഡോ ഓഫ് ദ ക്രോസ് എന്ന വചനപ്രഘോഷണ പരമ്പരയുടെ 47ാമത്തെ എപ്പിസോഡിലേക്ക് ഞങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇറ്റലിയിലെ ഫ്ലോറൻസിലുള്ള ഒരു ദേവാലയമാണ് സാന്താ മരിയ കത്തീഡ്രൽ ദേവാലയം. ഏകദേശം 140 വർഷങ്ങൾ കൊണ്ടാണ് ഈ ദേവാലയം പണി കഴിക്കപ്പെട്ടത്. ഈ ദേവാലയത്തിന് മുൻപിൽ 12 പ്രതിമകളുണ്ട്. പഴയ നിയമത്തിലെ പ്രവാചകന്മാരെയൊക്കെ സ്മരിക്കുന്ന 12 പ്രതിമകൾ. ഇനി അവിടെ ഒരു വലിയ മാർബിൾ ബ്ലോക്ക് ഉണ്ടായിരുന്നു ആ കാലയളവിൽ. ആ മാർബിൾ ബ്ലോക്കിന് ഏകദേശം 20 അടി ഉയരവും 20 ടൺ ഭാരവും ഉണ്ടായിരുന്നു. ഈ മാർബിൾ ബ്ലോക്ക് ഉപയോഗിച്ചുകൊണ്ട് ദാവീദ് രാജാവിൻ്റെ ഒരു പ്രതിമ നിർമ്മിക്കണമെന്ന് അവിടെയുള്ളവർക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. സ്നേഹമുള്ളവരെ, അങ്ങനെ ആ ആഗ്രഹപ്രകാരം 1464 പണി ആരംഭിക്കുക. പ്രസിദ്ധനായ ഒരു ശില്പി വന്നു. ഇത് പണി ആരംഭിക്കുവാനായിട്ട് തയ്യാറായി. ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പം അദ്ദേഹത്തിന് മനസ്സിലായി, ഈ മാർബിൾ ബ്ലോക്ക് കൊണ്ട് ഇതുപോലെ ഒരു പ്രതിമ ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. അദ്ദേഹം അത് ഉപേക്ഷിച്ചു. വലിയ സങ്കടമായി അവിടെയുള്ള വ്യക്തികൾക്ക് ഒക്കെ. എന്നാൽ ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ വേറൊരു ശില്പിയെ അവർക്ക് കണ്ടെത്തുവാൻ സാധിച്ചു. ആ ശില്പി ഏകദേശം 5-5.5 മാസം അതുകൊണ്ട് ഒരു വലിയൊരു പ്രതിമ ഉണ്ടാക്കാമെന്ന് ആഗ്രഹിച്ചു. പ്രവർത്തനം ആരംഭിച്ചു. അദ്ദേഹത്തിനും അത് സാധിച്ചില്ല. പിന്നെ ആ പ്രൊജക്റ്റ് ഇല്ലാതെ വന്നു. എന്നാൽ ഈ സമയത്തും ഈ വലിയ മാർബിൾ ബ്ലോക്ക് ഈ സാന്താ മരിയ കത്തീഡ്രൽ ദേവാലയത്തിന് മുൻപിൽ ഉണ്ടായിരുന്നു. 1500 ഇതെങ്ങനെയെങ്കിലും ഈ മാർബിൾ കഷ്ണം ഉപയോഗിച്ച് തങ്ങൾ ആഗ്രഹിച്ച വലിയൊരു പ്രതിമ, ദാവീദ് രാജാവിൻ്റെ പ്രതിമ നിർമ്മിക്കണമെന്ന് അവിടുത്തെ പള്ളിയിലുള്ള കമ്മിറ്റിക്കാർക്ക് വലിയ ആഗ്രഹം. അവർ വീണ്ടും വീണ്ടും ശില്പികളെയൊക്കെ അന്വേഷിച്ചു. അങ്ങനെ 36 വർഷങ്ങൾക്ക് ശേഷം ഒരു ശില്പി അവരെ കണ്ടെത്തുക ചെയ്യുന്നത്. 26 വയസ്സ് പ്രായമുള്ള ഒരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ പേരാണ് മൈക്കിൾ ആഞ്ചലോ. നമുക്കറിയാം അദ്ദേഹത്തെക്കുറിച്ച്. അദ്ദേഹം അവിടെ എത്തി ഈ മാർബിൾ ബ്ലോക്കൊക്കെ പരിശോധിച്ചു. അദ്ദേഹത്തിന് ഈ മാർബിൾ ബ്ലോക്കിലേക്ക് നോക്കിയപ്പോൾ അതിൻ്റെ ന്യൂനതകളൊക്കെ മനസ്സിലായി. എന്നാൽ ആ ന്യൂനതകളൊക്കെ മാറ്റി അതിൻ്റെ സാധ്യതകളിലേക്ക് അദ്ദേഹം ഒന്ന് പതുക്കെ ഇറങ്ങി. അദ്ദേഹത്തിന് ഒരു വലിയ ശക്തി ലഭിച്ചു. ഇതുകൊണ്ട് ഒരു പ്രതിമയുണ്ടാക്കാം എന്ന ചിന്ത അദ്ദേഹത്തിന് വന്നു. അദ്ദേഹം അത് ഏറ്റെടുത്തു. പക്ഷേ ഏൽപ്പിച്ച വ്യക്തികൾക്ക് പോലും ഒരു പ്രതീക്ഷയില്ലായിരുന്നു. കാരണം 26 വയസ്സ് പ്രായമുള്ള ഒരു വ്യക്തി. അന്ന് ഇദ്ദേഹം പ്രസിദ്ധനായിരുന്നില്ല. അങ്ങനെ പണി ആരംഭിച്ചു. ഈ മൈക്കിൾ ആഞ്ചലോ പറഞ്ഞു, മാർബിൾ ബ്ലോക്കുള്ള സ്ഥലം മുഴുവൻ ഒന്ന് കവർ ചെയ്യാനായിട്ട്, ഒരു ഷെയ്ഡ് കൊടുക്കുവാനായിട്ട്. അദ്ദേഹത്തിൻ്റെ പണികൾ ആരും കാണരുത്. അദ്ദേഹം ഉളിയും കൊട്ടുവടിയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ജോലി തുടങ്ങിയ ചെയ്യുന്നത്. ആൾക്കാർ സസൂക്ഷ്മം വീക്ഷിച്ചു കൊണ്ടിരുന്നു. ഇദ്ദേഹം അതിരാവിലെ എത്തുന്നു, കുറേ നേരം ജോലി ചെയ്യുന്നു. പിന്നെ അതിലെ ദേവാലയത്തിന് ചുറ്റുമൊക്കെ ഒന്ന് നടക്കുന്നു, പ്രകൃതിയിലൊക്കെ ഒന്ന് നോക്കുന്നു, കുറച്ച് സമയം ഒന്ന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലുമൊക്കെ നോക്കിയാൽ ഒരു മന്ദസ്മിതം മാത്രം, അധികം വർത്തമാനമൊന്നുമില്ല. അങ്ങനെ അങ്ങ് പോവുക. ഈ പണിയുടെ പ്രോഗ്രസ് ഈ കമ്മിറ്റിക്കാരൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അവരോട് പറഞ്ഞായിരുന്നു കുറച്ച് സമയം തരണമെന്ന്. അവർ നോക്കുമ്പം എന്തൊക്കെയോ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. എന്നാലും അവർക്കൊരു വലിയൊരു കോൺഫിഡൻസ് ഒന്നും ഇല്ല. പിന്നെ ആരുമില്ല, ഇതെങ്ങനെയെങ്കിലും ചെയ്യുവാണെങ്കിൽ ചെയ്യട്ടെ എന്ന് കരുതിക്കൊണ്ട് ഇട്ടുകൊടുത്തു. ഏകദേശം 1-2 വർഷങ്ങൾ കഴിഞ്ഞപ്പം അവർക്ക് ഒരു പ്രതീക്ഷയായി. ഇത് നല്ലൊരു പ്രതിമയാകുമെന്ന ഒരു പ്രതീക്ഷ വന്നു തുടങ്ങി. 1501 തുടങ്ങിയ ആ പ്രതിമയുടെ ജോലി 1503 3 വർഷത്തിനുള്ളിൽ അവസാനിച്ചു. ഇനി ഇത് അവസാനിക്കുന്ന സമയത്ത് മൈക്കിൾ ആഞ്ചലോ പറയുന്ന ഒരു കാര്യമുണ്ട്. മൈക്കിൾ ആഞ്ചലോയ്ക്ക് പോലും ഇത് ഭയങ്കര ഒരു അനുഭവമായിട്ട് മാറി. ഇത്രമാത്രം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ശില്പം
ജീവനുള്ള ഒരു ശില്പം പോലെ അദ്ദേഹത്തിന് അത് ഫീൽ ചെയ്തു. അദ്ദേഹം ചോദിച്ചു, ആ ശില്പത്തോട് സംസാരിക്കാൻ പറ്റുമോ എന്ന്. കാരണം അത്രമാത്രം ജീവന്റെ പ്രസരിപ്പ് ആ പ്രതിമയിൽ നിന്ന് തുടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഷെയ്ഡൊക്കെ മാറ്റി ആ പ്രതിമ പുറത്തേക്ക് ഇറക്കി കഴിഞ്ഞപ്പം എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായി. കാരണം ജീവനുള്ള പ്രതിമയെന്ന് ആ പ്രതിമയെ അവർ വിശേഷിപ്പിച്ചു. സ്നേഹമുള്ളവരെ, 3 വർഷങ്ങളുടെ പ്രയത്നഫലമായിട്ട് ഒരു പ്രതിമ അവിടെ സ്ഥാപിച്ചു, ദാവീദ് മഹാരാജാവിൻ്റെ. ഇവിടെ ഈ മൈക്കിൾ ആഞ്ചലോയിൽ കണ്ട ചില കാര്യങ്ങൾ നമുക്കൊന്ന് അവലോകനം ചെയ്യുവാനായിട്ട് സാധിക്കും. വലിയ ദൈവാശ്രയത്വത്തോടു കൂടിയാണ് 26 വയസ്സുകാരനായ ഈ വ്യക്തി ഈ ദേവാലയത്തിലേക്ക് വരുന്നത്. ആ കാലയളവ് എന്ന് പറയുന്നത് ആത്മവിശ്വാസത്തിൻ്റെ ഒരു കാലയളവായിരുന്നു, സ്ഥിരോത്സാഹത്തിൻ്റെ ഒരു കാലയളവായിരുന്നു. ഇനി ദൈവ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്ന ഒരു കാലയളവായിരുന്നു ഈ കാലയളവ്. കാരണം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോയത്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഈ വർക്ക് തുടങ്ങിയ സമയത്ത് അദ്ദേഹം നിശബ്ദതയിലായിരുന്നു, ആരെയും അകറ്റില്ലായിരുന്നു, മന്ദസ്മിതം മാത്രം. പ്രകൃതിയിലേക്ക് നോക്കുമായിരുന്നു, ദൈവത്തിലേക്ക് നോക്കുമായിരുന്നു, ആ ഏൽപ്പിച്ച ആ ജോലിയെക്കുറിച്ച് അതെങ്ങനെ ആക്കണം എന്ന ചിന്ത. അങ്ങനെ കഠിനാധ്വാനത്തിലൂടെ ആഗ്രഹിച്ച രീതിയിലേക്ക് അദ്ദേഹത്തെ പോലും വിസ്മയിച്ചുകൊണ്ട് ഒരു പ്രതിമ അദ്ദേഹത്തെ നിർമ്മിക്കുവാനായിട്ട് സാധിച്ചു. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ, ജീവിത സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാകാറുണ്ട്. എനിക്ക് ഈ ജീവിതാന്തസ്സിൽ നിലനിന്ന് പോകുവാനായിട്ട് സാധിക്കുമോ? ഒരു ചോദ്യമാണ്. അത് സമർപ്പിത ജീവിതമായിരിക്കാം, വൈദിക ജീവിതമായിരിക്കാം, കുടുംബ ജീവിതമായിരിക്കാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ അവസ്ഥയിൽ എനിക്ക് നിലനിന്ന് പോകുവാനായിട്ട് സാധിക്കുമോ എന്ന ചോദ്യം. കാരണം ഒരുപക്ഷെ ആഗ്രഹിച്ച ജീവിതം, നന്ദി പറയാം, എന്നാൽ ആഗ്രഹിച്ച ജീവിത പങ്കാളിയെ അല്ല ലഭിച്ചത്. വലിയ വേദനയാണ്, വിഷമമാണ്. ജീവിതം മുമ്പോട്ട് പോകാനായിട്ട് ഭയങ്കര പ്രയാസമാണ്. ഒന്നിച്ച് ജീവിക്കുന്നു, സോഷ്യൽ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യുന്നു, പക്ഷേ ഇത് തുഴഞ്ഞു മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് വലിയൊരു പ്രയാസം. ഇവിടെ ആത്മവിശ്വാസം തകരുക, പ്രതീക്ഷയില്ലാത്ത അവസ്ഥ. ഇനി സമർപ്പിത ജീവിതത്തിലായാലും ദൈവമേ, ഇതെങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും? ആരൊന്നും കേൾക്കാനില്ലല്ലോ, മനസ്സിലാക്കാനില്ലല്ലോ, ചെയ്യാത്ത കാര്യങ്ങൾക്ക് ഒരുപാട് കുറ്റങ്ങളും അവഗണനയും. എന്തേ അങ്ങുപോലും എന്നെ കൈവിട്ടല്ലോ എന്ന ചിന്തകളൊക്കെ വരുന്ന നിമിഷങ്ങളും ഉണ്ടാവാം. സ്നേഹമുള്ളവരെ, ഇവിടെയാണ് ഈ മൈക്കിൾ ആഞ്ചലോയെ പോലെ ആത്മവിശ്വാസം നാം നേടിയെടുക്കേണ്ടതിൻ്റെ പ്രാധാന്യം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആത്മവിശ്വാസം നാം നേടിയെടുക്കുകയും നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ, ജീവിത സാഹചര്യങ്ങളെ അംഗീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പ്രയാണം ചെയ്യണം. സങ്കീർത്തനത്തിൻ്റെ പുസ്തകത്തിൽ 90-ാമത്തെ അധ്യായത്തിലെ 17-ാമത്തെ വചനം പറയുന്നത് ഇപ്രകാരമാണ്: ദൈവമേ, അങ്ങ് ഞങ്ങളുടെ പ്രവൃത്തികളെ ഫലമണിയിക്കണമേ എന്ന്. അങ്ങനെയെങ്കിൽ സ്നേഹമുള്ളവരെ, ആത്മവിശ്വാസം വീണ്ടെടുക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. വലിയൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നത് കൊണ്ടാണ് മൈക്കിൾ ആഞ്ചലോയ്ക്ക് 3 വർഷം കഠിനാധ്വാനം ചെയ്യുവാനായിട്ട് സാധിച്ചത്. ഈ മാർബിൾ ബ്ലോക്കിൻ്റെ ന്യൂനതകളിലേക്കല്ല, അനന്തമായ സാധ്യതകളിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയും മനസ്സും ചരിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മറ്റുള്ള ശില്പികൾ പോലും തള്ളിക്കളഞ്ഞ ഈ മാർബിൾ ബ്ലോക്ക് ഉപയോഗിച്ച് ജീവനുള്ള ഒരു പ്രതിമ നിർമ്മിക്കുവാനായിട്ട് സാധിച്ചത്. സ്നേഹമുള്ളവരെ, നമുക്കൊക്കെ ദൈവം കഴിവ് തന്നിട്ടുണ്ട്. ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെയൊക്കെ കഴിവിൻ്റെ വെറും 10% മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. 90% അത് നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഒരു എക്സാമ്പിൾ പറയാം. കുടുംബജീവിതമൊക്കെ നയിക്കുന്ന നല്ല കുടുംബങ്ങൾ ഒത്തിരി ധാരാളം നമ്മുടെയൊക്കെ ചുറ്റിലുമുണ്ട്. ഇനി ഒരു ജീവിത പങ്കാളി രോഗിയാകുമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഹസ്ബൻഡ് മരിച്ചുപോയി എന്ന് വിചാരിക്കുക. പെട്ടെന്ന് ആ വീട്ടിലുള്ള ഒരു വീട്ടമ്മയായിരിക്കാം, ആ വീട്ടമ്മ വലിയ ശക്തി പ്രാപിച്ചുകൊണ്ട് ആ കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ആ കുടുംബത്തെ മുമ്പോട്ട് നയിക്കുന്ന അവസ്ഥ നമ്മളൊക്കെ ഒരുപക്ഷെ നമ്മുടെയൊക്കെ ആയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം. കാരണം ആ സമയത്ത് ദൈവം വലിയൊരു കൃപ കൊടുക്കുകയാണ് ചെയ്യുന്നത്, വലിയൊരു ശക്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ സ്നേഹമുള്ളവരെ,
നമുക്ക് ഒരു ആത്മവിശ്വാസം, ഒരു സെൽഫ് കോൺഫിഡൻസ് അതുണ്ടാകാനായിട്ട് സാധിക്കട്ടെ. ചിലർ പറയും, അച്ചോ എനിക്ക് പൊക്കമില്ല, എനിക്ക് നിറവില്ല, എനിക്ക് പെട്ടെന്ന് ചോദിക്കുന്ന കാര്യങ്ങൾക്കൊന്നും പെട്ടെന്ന് മറുപടി പറയുവാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് പിറകോട്ട് നിൽക്കുന്ന യുവജനങ്ങളെയൊക്കെ എനിക്കറിയാം. ഞാൻ അവരോട് ചോദിക്കും, ഇനി നിങ്ങളുടെ കഴിവുകളൊന്ന് പറയാൻ പറയും. അവർ പറയും, ഞങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ ഒരു പ്രോഗ്രാം ചെയ്യുവാനായിട്ട് പെട്ടെന്ന് സാധിക്കും, ചില കാര്യങ്ങൾക്ക് പെട്ടെന്ന് മറുപടി ഇമെയിൽ വഴി പെട്ടെന്ന് മറുപടി അയക്കുവാനായിട്ട് സാധിക്കും, ചിലത് പെട്ടെന്ന് സോൾവ് ചെയ്യുവാനായിട്ട് സാധിക്കും. സ്നേഹമുള്ളവരെ, അവരിലേക്ക്, അവരുടെ സ്ട്രെങ്തിലേക്ക് ശ്രദ്ധ പതിപ്പിക്കുവാനായിട്ട്, തിരിച്ചുവിടുവാനായിട്ട് ഞാൻ ശ്രമിക്കും. കാരണം ആ കഴിവുകളിലേക്ക് നോക്കണം. നമ്മളൊക്കെ കുറവുകളിലേക്ക് നോക്കും. ആ കുറവുകൾ എന്നും പരാതിയായിട്ട്, പരിഭവമായിട്ട് ഇങ്ങനെ മനസ്സിലുണ്ടാവും. ആ കുറവുകളിൽ നമ്മുടെ നിറവുകളൊക്കെ ഇല്ലാതെ പോകുന്ന ഒരവസ്ഥ, അതങ്ങ് മാറട്ടെ. ഇനി നമ്മുടെ കൂടെയുള്ളവർക്കൊക്കെ ആത്മവിശ്വാസം പകർന്നു കൊടുക്കുന്ന വ്യക്തികളായിട്ട്, സ്നേഹമുള്ളവരെ, നമ്മളൊക്കെ മാറണം. നമുക്കറിയാലോ, ചില സാഹചര്യങ്ങളിൽ ചിലർക്ക് ചെറിയൊരു സപ്പോർട്ട് മതി അവർക്ക് മുന്നോട്ടൊന്ന് കുതിക്കുവാനായിട്ട്. ചെറിയൊരു സപ്പോർട്ട് മതി. ഇനി നമ്മുടെയൊക്കെ ആർദ്രതയോടുകൂടിയുള്ള ഒരു നോട്ടം, നമ്മുടെയൊക്കെ സാന്നിധ്യം, നല്ലൊരു വാക്ക്, ഇത്രയും മതി മറ്റുള്ള വ്യക്തികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാനായിട്ട്. സ്നേഹമുള്ളവരെ, എനിക്കറിയാം, പറ്റില്ല എന്ന് പറഞ്ഞു വരുന്ന കുടുംബങ്ങളും യുവജനങ്ങളും ഒക്കെ അവരുടെ വേദനകളൊക്കെ കേട്ട് കഴിയുമ്പം ഇതിനേക്കാളൊക്കെ ഉപരിയായി ഇത്ര നന്മകൾ നിങ്ങളിലുണ്ടെന്ന് പറയുമ്പം വലിയ സന്തോഷത്തോടെ, വലിയ പ്രതീക്ഷയോടുകൂടെ ഇറങ്ങിപ്പോകുന്നവർ, ജീവിതത്തിൽ വിജയിച്ചവരെ എനിക്കറിയാം. അങ്ങനെയെങ്കിൽ കുറവുകളിലേക്ക് നോക്കാതെ നമ്മുടെയൊക്കെ നിറവുകളിലേക്ക് നോക്കാൻ, അങ്ങനെ ആത്മവിശ്വാസം വീണ്ടെടുക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. പ്രസിദ്ധനായ മാർക്ക് ട്വെയിൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു അഭിനന്ദനത്തിൻ്റെ പേരിൽ എനിക്ക് 2 മാസം സന്തോഷമായി ജീവിക്കുവാനായിട്ട് സാധിച്ചു എന്ന്. ഒരു അഭിനന്ദനത്തിൻ്റെ പേരിൽ. സ്നേഹമുള്ളവരെ, ഒരു നല്ലൊരു വാക്ക് മതി, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വാക്ക്. ഇപ്പോൾ വീട്ടിൽ കുടുംബജീവിതം നയിക്കുന്നവരാണ് നിങ്ങൾ പലരും, എന്നെ കേൾക്കുന്നവർ. ഹസ്ബൻഡ് മീൻ മേടിച്ചുകൊണ്ട് വന്നു, അദ്ദേഹം പറഞ്ഞ രീതിയിൽ കറി വെക്കുവാനായിട്ട് നിങ്ങൾ ശ്രമിച്ചു, പക്ഷെ അത് അത്ര ശരിയായില്ല. എങ്കിലും ഭർത്താവ് പറയാണ്, നിനക്ക് ഇത്രമാത്രം നന്നായിട്ട് ചെയ്യുവാനായിട്ട് സാധിച്ചില്ലേ എന്നൊരു നല്ലൊരു വാക്ക് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ പ്രാവശ്യം ആ കറി അദ്ദേഹം ഉദ്ദേശിച്ച രീതിയിൽ എത്തിയില്ലെങ്കിൽ പോലും അടുത്ത പ്രാവശ്യം വെക്കുന്ന കറി വളരെ മനോഹരമായിരിക്കും. സ്നേഹമുള്ളവരെ, ഒരു വാക്കിൻ്റെ ശക്തി അത് നമുക്കറിയാലോ, അത് വലുതാണ്. നമ്മളൊക്കെ ഓർക്കും സമ്പത്ത് കൊണ്ട് മാത്രമേ സഹായിക്കാനായിട്ട് പറ്റുള്ളൂ എന്ന്. എന്നാൽ നല്ല വാക്കുകൾ, നല്ല സാന്നിധ്യം, ആത്മവിശ്വാസം പകരുന്ന രീതിയിലുള്ള ആ ഒരു ജീവിത രീതി, ഇവയൊക്കെ നമ്മുടെ കൂടെയുള്ളവരുടെ ജീവിതം മാറ്റിമറിക്കുമെന്നുള്ളത് ഉറപ്പാണ്. സാമുവേൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകത്തിൽ 17-ാമത്തെ അധ്യായത്തിലെ 45-ാമത്തെ വാക്യം നമുക്കറിയാം. ഈ ദാവീദ് ഗോലിയാത്തിനെ നേരിടുന്നത് എങ്ങനെയാണ്? ഞാൻ അതിനെക്കുറിച്ച് ആഴങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്. വാളും കുന്തവും ചാട്ടുളിയുമായി നീ എന്നെ നേരിടുവാനായിട്ട് വന്നു. ഞാനാകട്ടെ നീ നിന്ദിച്ച ഇസ്രായേൽ ജനങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിലാണ് നിന്നെ നേരിടുവാൻ വന്നിരിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഇതാണ് വിശ്വാസം. അതായത് ജീവിതത്തിൽ തകർച്ചകളിലൂടെ പോകുമ്പോൾ എല്ലാം അസ്തമിച്ചു എന്ന് തോന്നുന്നിടത്ത് ഈ ഒരു ധൈര്യം വീണ്ടെടുക്കുവാനായിട്ട് പറ്റണം. എന്തു തുടങ്ങിയാലും ദൈവം കൂടെയുണ്ട്. ദാവീദ് പറഞ്ഞതുപോലെ, ഞാൻ ദൈവത്തിൻ്റെ നാമത്തിലാണ് വന്നിരിക്കുന്നത് എന്നുള്ള ആ ഒരു വലിയൊരു വാക്ക്, ആ ഒരു വിശ്വാസം, അത് മതി നമ്മുടെയൊക്കെ ജീവിതത്തെ നേരിടുവാനായിട്ട്, നേടിയെടുക്കുവാനായിട്ട്. നമ്മൾ ചില ഇൻ്റർവ്യൂവിന് പോകാറുണ്ട്, പരീക്ഷകൾ എഴുതാൻ പോകാറുണ്ട്. ചില കുട്ടികളൊക്കെ പറയാറുണ്ട്, രാപ്പകൽ പഠിച്ചു, പക്ഷേ
ഒരു ഒരു വിഷമമാണ്, കിട്ടുമോ, ഓർത്തിരിക്കുമോ എന്നൊക്കെ. കുഞ്ഞുമക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരേ ഒരു കാര്യമാണിത്. നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുമ്പോഴും ഇൻ്റർവ്യൂവിനെ ഫേസ് ചെയ്യാനായിട്ട് പോകുമ്പോഴും ഇത്രയും ചെയ്താൽ മതി. നിങ്ങളുടെ ഭാഗം നിങ്ങൾ ചെയ്യുക. പിന്നെ ദാവീദിനെ പോലെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യത്തോടു കൂടെ മുമ്പോട്ട് പോകുക. അത്രമാത്രം മതി. ദൈവം നമ്മെ അനുഗ്രഹിക്കും. രണ്ടാമത്തെ കാര്യം ഇതാണ്, സ്ഥിരോത്സാഹം. ഈ മൈക്കിൾ ആഞ്ചലോയുടെ കാര്യം ഞാൻ ആദ്യം പ്രതിപാദിച്ചല്ലോ. അദ്ദേഹം 3 വർഷം അധ്വാനിച്ചു. ഒരു കർഷകൻ, നമുക്കറിയാം, ഒരു വിത്ത് വയലിൽ വിതച്ചതിന് ശേഷം അദ്ദേഹം ഓരോ ദിവസവും അതാത് സമയങ്ങളിൽ വെള്ളം കൊടുക്കേണ്ട സമയത്ത് വെള്ളം കൊടുക്കും, വളം കൊടുക്കേണ്ട സമയത്ത് വളം കൊടുക്കും. അപ്പം അങ്ങനെ ആ വിത്ത് ചെടിയായി, ചെടി ഫലമണിയുന്നതുവരെ ഈ കർഷകൻ അതിന് പിന്നിലുണ്ട്. ഇതുപോലെ ഒരു ലക്ഷ്യം കണ്ട് സ്ഥിരമായി ഉത്സാഹിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ പ്രയത്നം ഫലമണിയുമെന്നുള്ളത് ഉറപ്പാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 15-ാമത്തെ അധ്യായത്തിലെ 10-ാമത്തെ വചനം പറഞ്ഞു വെക്കുന്നത് ഇപ്രകാരമാണ്: ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയിലാണ്. എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ മൂലം മറ്റുള്ളവരെക്കാൾ കൂടുതലായിട്ട് ഞാൻ അധ്വാനിച്ചു. അതുകൊണ്ട് എൻ്റെ അധ്വാനമൊന്നും നിഷ്ഫലമായി പോയിട്ടില്ല എന്ന്. സ്നേഹമുള്ളവരെ, നമുക്ക് ദൈവം ജീവിതം തരുമ്പം ഓരോ ദൗത്യവും ഏൽപ്പിച്ചാണ് നമ്മളെ ഈ ഭൂമിയിലേക്ക് അയക്കുന്നത്. അങ്ങനെ വന്നാൽ ദൈവത്തെ അന്വേഷിക്കുന്നതോടൊപ്പം ദൈവത്തിൻ്റെ കൃപ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ അധ്വാനങ്ങളെ സ്ഥിരോത്സാഹത്തോടു കൂടെ ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ വിജയിക്കുക തന്നെ ചെയ്യും. എനിക്ക് ഈ പട്ടാളക്കാരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ, അവരുടെ ഒരു ഹാർഡ് വർക്ക്, ആ കമ്മിറ്റ്മെൻ്റ് ഒക്കെ വളരെ വലുതാണ്. പട്ടാളത്തിൽ പോയ വ്യക്തികളോടൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ ട്രെയിനിങ് എങ്ങനെയായിരുന്നു? അവർ പറയാറുണ്ട്, അച്ചോ, ആദ്യത്തെ 6 മാസം പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് തിരിച്ചു പോകാമെന്ന്. പക്ഷേ ആ ട്രെയിനിങ് അത് വലുതായിരുന്നു അച്ചോ, ആ 6 മാസം. അതുകൊണ്ട് ഞങ്ങൾ വർഷങ്ങളായി എത്ര ബുദ്ധിമുട്ടുണ്ടായാലും ആ ട്രെയിനിങ് ഞങ്ങളുടെ മുന്നിലുണ്ട്, ഞങ്ങൾ എന്തിനേയും നേരിടും. സ്നേഹമുള്ളവരെ, സ്ഥിരോത്സാഹത്തോടെ കൂടെ നമ്മളൊരു കാര്യം ചെയ്യുവാനായിട്ട് ശ്രമിച്ചാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ കൂടെയുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക എന്നുള്ളതാണ്. ഞാൻ ആദ്യം പറഞ്ഞു മൈക്കിൾ ആഞ്ചലോയുടെ കാര്യം. അദ്ദേഹം ആദ്യ 1.5-2 വർഷങ്ങളിൽ ഒരു മന്ദസ്മിതം മാത്രമേ തൂകിയിരുന്നുള്ളൂ. പിന്നെ ദേവാലയത്തിലേക്ക് പോകുമായിരുന്നു, പ്രകൃതിയിലേക്ക് ഇറങ്ങുമായിരുന്നു. ഈ മൈക്കിൾ ആഞ്ചലോ 300-ലധികം കവിതകൾ രചിച്ചിട്ടുണ്ട്. ആ കവിതകളിലൊക്കെ വ്യക്തമായിട്ട് അദ്ദേഹം നൽകുന്ന സൂചനയുണ്ട്. ദൈവം തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്ന കവിതകളാണ് അദ്ദേഹത്തിൻ്റെ കവിതകളിലൊക്കെ നിഴലിച്ച് നിൽക്കുന്നത്. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നത് പോലെ പലപ്പോഴും കുറവുകളിലേക്കാണ് ശ്രദ്ധ പോകുന്നത്, നിറവുകളിലേക്ക് ശ്രദ്ധ പോകുന്നില്ല. കഴിവുകൾ ധാരാളമുണ്ട്, പക്ഷേ പെർഫെക്ഷൻ, അല്ലെങ്കിൽ പണ്ടെങ്ങോ പരാജയപ്പെട്ടു, ഇനിയും രക്ഷപ്പെടാനായിട്ട് സാധ്യമല്ല. ഞാൻ ഇങ്ങനെയാണ് എന്ന് ലോകം, എൻ്റെ കൂടെയുള്ളവർ വിലമതിച്ചു, ഇനി ഇതിനെയൊന്ന് മറികടക്കാൻ സാധ്യമല്ല. അങ്ങനെയല്ല സ്നേഹമുള്ളവരെ, അതൊക്കെ മാറ്റിക്കൊണ്ട് മുമ്പോട്ട് പോകുവാനായിട്ട് സാധിക്കും. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ദൈവം എത്രമാത്രം അനുഗ്രഹമാണ് തന്നിരിക്കുന്നത്. നമുക്കൊക്കെ ആരോഗ്യത്തോടെ ജീവിക്കുവാൻ സാധിക്കുന്നു. ചിലരൊക്കെ പറയാറുണ്ട്, അച്ചോ, രാവിലെ എഴുന്നേറ്റ് കാല് നിലത്ത് കുത്താൻ ഭയങ്കര പ്രയാസമാണ്. ഒരു 10-20 മിനിറ്റ് സമയം എടുത്ത പതുക്കെ തിരുമി നിലത്ത് കുത്തി കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് സാധിക്കുക. അത് വാർദ്ധക്യത്തിലെത്തിയവർ മാത്രമല്ല, അല്ലാത്തവരും ഉണ്ട്. സ്നേഹമുള്ളവരെ, ദൈവം തന്ന നന്മകൾ ഓർത്താലും ഓർത്താലും നന്ദി പറഞ്ഞാലും അത് തീരത്തില്ല. ദൈവം നമ്മുടെ കൂടെയുണ്ട് പ്രിയപ്പെട്ടവരെ. അങ്ങനെയെങ്കിൽ ദൈവം തന്ന നന്മകൾക്ക് നന്ദി പറഞ്ഞ് ജീവിക്കുമ്പോഴാണ് ജീവിതത്തെ നേരിടുവാനായിട്ട് സാധിക്കുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ 30-ാമത്തെ അധ്യായത്തിലെ 21-ാമത്തെ വചനം: മകനെ, മകളെ,
നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾക്ക് പിന്നിൽ നിന്ന് ഒരു സ്വരം, ഇതാണ് വഴി, ഇതിലേ പോവുക. അങ്ങനെയെങ്കിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളെ ഈശോയുടെ കാര്യങ്ങളിലേക്ക് കൊടുക്കാം. ദൈവമേ, വലിയ സ്ഥിരോത്സാഹത്തോടെ ആത്മവിശ്വാസത്തോടെ അങ്ങ് നൽകിയ നന്മകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിതത്തെ ഒന്ന് ചിട്ടപ്പെടുത്തുവാൻ, ക്രമപ്പെടുത്തുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.